ലോസുകളില്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മാർക്കറ്റിൽ കുറച്ച് നാളായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, ലോസസ് എന്ന് പറയുന്നത് അത് നമ്മൾ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ നമ്പർ ഓഫ് ലോസസ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ട്രാപ്പ് എൻട്രി മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് ഹൈ പ്രോബബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക സിനേറിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീൻ്റെ കൂടെ വേണം ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ആ ഒരു ഡാർവാസ് ബോക്സിൻ്റെ സ്ട്രാറ്റജിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഡാർവാസ് ബോക്സിന് കോംപ്ലിമെൻ്ററി ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ അലൈൻ ചെയ്ത് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കാണിച്ചേക്കുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം ഒരു സ്ട്രാറ്റജിയുടെ വിന്നിംഗ് റേഷ്യോനെ അഫക്റ്റ് ചെയ്യും. അപ്പം അതിൽ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അലൈൻ വിത്ത് ഹയർ ടൈം ഫ്രെയിം ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ വോളിയം കൺഫർമേഷൻസിൻ്റെ കാര്യമൊക്കെ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബാക്കി ഈ പാരാമീറ്റേഴ്സ്, സ്റ്റേജ് അനാലിസിസ്, ഇൻഡസ്ട്രി ആൻഡ് തീംസ് തുടങ്ങിയവയെല്ലാം ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തുകൊണ്ടാണ് ആ ഒരു ഹയർ ടൈം ഫ്രെയിമുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യണമെന്ന് പറയുന്നത്? കാരണം സ്മാർട്ട് മണിയുടെ മൂവ്മെൻറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ആ ഒരു ഹയർ ടൈം ഫ്രെയിം ആണ്. ആ ഒരു സ്മാർട്ട് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും DISനെയുമാണ്. ഇപ്പോൾ അവർക്ക് ഏകദേശം ഒരു സ്റ്റോക്കിൽ 1,00,000 ഷെയർസ് വാങ്ങണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസവും കൊണ്ടോ മേടിച്ച് തീർക്കാൻ അവർക്ക് പറ്റത്തില്ല. ഒന്നാമത്തെ കാരണം, ചിലപ്പോൾ ആ സ്റ്റോക്കിന് ആ ഒരു ഡെയിലി അത്രയും വോളിയം ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി അത്രയും വോളിയം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇവരുടെ ബൈയിങ് കാരണം തന്നെ ആ ഒരു ഷെയർ പ്രൈസ്, ഇവർ എല്ലാ ഓർഡറും ഒരുമിച്ച് പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഷെയർ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് അവരുടെ എല്ലാ പൊസിഷൻസും അവർ ഉദ്ദേശിച്ച വിലയ്ക്ക് കിട്ടത്തില്ല. സോ അവരുടെ ബൈയിങ് കൊണ്ട് തന്നെ ആ ഒരു ഷെയർ പ്രൈസ് ഇങ്ങനെ വളരെ മുകളിലേക്ക് പോകുന്നത് കൊണ്ട് അപ്പോൾ അവർ ഗ്രാജുവലി വളരെ സമയമെടുത്താണ് അവരുടെ ഉദ്ദേശിച്ച ആ ഒരു പൊസിഷൻസ് അവർ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ സ്മാർട്ട് മണി എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. ഒരു സ്റ്റോക്കിലേക്ക് അവർ ബൈ ഇൻ ചെയ്യുകയാണോ അതോ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുകയാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കത് ഒരു എക്സാമ്പിൾ നോക്കിക്കൊണ്ട് പഠിക്കാം. ഇത് കാസ്ട്രോൾ ഇന്ത്യയുടെ ചാർട്ടാണ്. ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തൊരു ട്രേഡാണ്. അത് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാസ്ട്രോൾ ഇന്ത്യയുടെ വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാസ്ട്രോൾ ഇന്ത്യ ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ചെയ്തിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ ആണ് നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളത് എപ്പിസോഡ് 3 ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു സ്റ്റോക്കിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ മുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ വോളിയം എക്സ്പാൻഡ് ചെയ്യുകയും താഴേക്ക് വരുമ്പോൾ വോളിയം കോൺട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ ആക്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, താഴേക്ക് വരുമ്പോൾ വോളിയം ഡ്രോപ്പ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊസിഷൻസ് എടുക്കുന്നുണ്ട്, എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എപ്പിസോഡ് 3 വാച്ച് ചെയ്യുക. അപ്പം നമുക്കിനി അതിൻ്റെ ഒരു അവർലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ അവർലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൈസ് ഇവിടെ ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇവിടെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ആയി, ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ടിനാണ് ഇവിടെയൊക്കെയാണ് എൻട്രി എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ SL ഒക്കെ ഈ ഒരു ലെവലാണ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ SL എവിടെ വരിക? ഇവിടെ ഈ ഒരു ലെവലിലായിരിക്കും നമ്മുടെ SL വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ നടന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഈ ഒരു ലെവലിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം സെല്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കീ ലെവൽ ഞാൻ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ്? ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ പ്രൈസിന് അങ്ങനെ താഴേക്കൊരു ഫോളോ ത്രൂ ഉണ്ടായിട്ടില്ല. പകരം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് നല്ല സ്ട്രെങ്തോടു കൂടി, ഈ ക്യാൻഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ക്യാൻഡിൽ
നല്ലൊരു വൈഡ് റേഞ്ച് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അപ്പോൾ വളരെ സ്ട്രെങ്തോടുകൂടി മുകളിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്തതാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം അനാലിസിസും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഡെയിലി അല്ലെങ്കിൽ 1 hour ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ ആ ഒരു എൻ്റയർ പിക്ചർ പിടികിട്ടി. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഷെയ്ക്ക് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്ത് അവരുടെ SL ഹിറ്റ് ചെയ്യിച്ചിട്ട് ആ ഒരു സ്മാർട്ട് മണി അവരവരുടെ ആ ഒരു പൊസിഷൻസ് വീണ്ടും ഈ സ്റ്റോക്കിൽ ബൈ ചെയ്തെടുത്തേക്കുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഒന്നുമില്ല. കാരണം നമുക്കിവിടെ പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു വോളിയം ആക്ഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൽ വളരെ വലിയൊരു വോളിയം വന്നേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് എൻട്രി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ബോക്സിലേക്ക് റീടെസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേക്കുന്ന ആ ഒരു ഡാർവാസ് ബോക്സ് മെത്തേഡ് വെച്ച് നമുക്കിവിടെ എൻട്രി എടുക്കാനും പറ്റും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത ചാർട്ടാണ്. അപ്പം ഞാനൊരു 1:3 ടാർഗറ്റ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിവിടെ നമുക്ക് നോക്കിയാൽ ഈസിലി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അനാലിസിസ് നടത്തി കൺഫർമേഷൻസ് എടുക്കുകയും അതേപോലെ തന്നെ വോളിയം അനാലിസിസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു റീറ്റെയിലേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി എങ്ങനെയായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ കൂടെയാണ് നമ്മളിവിടെ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു വേറൊരു ട്രേഡിൻ്റെ എക്സാമ്പിളും കൂടെ ഇവിടെ ഷെയർ ചെയ്യാം. ഇത് CDSLൻ്റെ ട്രേഡാണ്. അപ്പോൾ CDSLൻ്റെ എൻട്രി വന്നേക്കുന്നത് ഇത് ഞാൻ ടെലിഗ്രാമിൽ ലൈവായിട്ട് ഞാൻ ഷെയർ ചെയ്ത ചാർട്ടാണ്. അപ്പോൾ CDSLൻ്റെ എൻട്രി വന്നേക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ്. അതായത് ഇത്രയും വലിയൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ദിവസമാണ് ഞാൻ ആ സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന ആ ഒരു വോളിയം പ്രൈസ് ആക്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ഇവിടെ അതിൻ്റെ ആ ഒരു സ്റ്റോക്കിൽ ട്രാപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ CDSL ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടായത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള വോളിയം ട്രേഡിങ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. CDSLൻ്റെ ഷെയർ 6% ഡ്രോപ്പ് ചെയ്തു. കാരണം സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് അവരുടെ ആ ഒരു 1250 കോടി ബ്ലോക്ക് ഡീലിലൂടെ അവരുടെ ആ ഒരു പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു വാർത്ത വന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു വലിയൊരു നെഗറ്റീവ് ന്യൂസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ട്രാപ്പ് എൻട്രി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ആ ഒരു ബ്രേക്ക് ഔട്ട് രീതിയിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു എൻട്രി വരുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻട്രി വരേണ്ടത്. പക്ഷേ അന്ന് അതെൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഇത് ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക വലിയൊരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ന്യൂസിന് ഇങ്ങനെ ഈ ഒരു സ്റ്റോക്ക് റിയാക്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ ഇങ്ങനെ ഇത് ഫോം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. കാരണം ആ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പൊസിഷൻസ് ഇവിടെ ബൈ ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമുക്ക് ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേക്കുന്ന ആ ഒരു ഹയർ ടൈം ഫ്രെയിം ഇത് വീക്ക്ലി ചാർട്ടാണ്. ആ വീക്ക്ലി ചാർട്ടിലെ വോളിയം പ്രൈസ് ആക്ഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു കൺസോളിഡേഷൻ സോൺ നമുക്ക് CDSL ഫോം ചെയ്തത് കാണാൻ പറ്റും. അപ്പം അതിനുശേഷം ആ ഒരു കൺസോളിഡേഷന് ശേഷം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നും ഇതൊരു എന്താ പറയുക ഒരു സൈഡ് വേ സോണിൽ നിന്നാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തത്. പക്ഷേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതിങ്ങനെ നെഗറ്റീവായിട്ട് CDSL വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പം ഇത് ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറിലേക്ക് അത് മൂവ് ചെയ്തു. അപ്പോൾ ഇനി പിന്നെ അത് ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചർ മൂവ് ചെയ്ത് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഇതിങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോളിയം എക്സ്പാൻഷൻ മുകളിലേക്ക് പോകുമ്പോൾ വോളിയം എക്സ്പാൻഷനും താഴേക്ക് പോകുമ്പോൾ കോൺട്രാക്ഷനും മുകളിലേക്ക് എക്സ്പാൻഷനും അങ്ങനെ കോൺട്രാക്ഷനും ആ ഒരു പോസിറ്റീവ് വോളിയം പ്രൈസ് ആക്ഷനും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രാപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ നമുക്ക് ഇവിടെ ഇത് ഡെയിലി ചാർട്ടാണ്. അപ്പോൾ നമുക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഡെയിലിയിലോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മൈന്യൂട്ടായിട്ട് നമുക്ക് അവർലി ടൈം ഫ്രെയിമിലോ പോയി നോക്കി നമുക്ക് കാണാൻ പറ്റും. സോ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ നമ്മുടെ എൻട്രി വന്നേക്കുന്ന ദിവസം ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ് ഞാൻ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഓക്കെയാണ്, സ്റ്റോക്ക് നല്ല പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ ആണ് കാണിക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ അക്യുമുലേഷൻ്റെ സൈൻസ് ഉണ്ട്. സോ ഇനി നമ്മൾ ഡെയിലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോൺ, അതായത്
സപ്പോർട്ട് സോണിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ടൈംസ് ബൗൺസ് ചെയ്ത് നല്ലൊരു സ്ട്രക്ചർ ഫോം ചെയ്തായിരുന്നു ഇത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ സഡൻലി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സ്ട്രക്ചർ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സൊക്കെ ഇവിടെ ഇന്നേ ദിവസം ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത ദിവസമൊക്കെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ അത് സെല്ല് ചെയ്യുമ്പോൾ അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ ചെറിയ ലോവർ പ്രൈസുകളിൽ അവരത് അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം ഈ ഒരു ക്യാൻഡിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ക്യാൻഡിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഇത്രയും വലിയ വിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ഇവിടെ വന്നു ഒരു റീടെസ്റ്റ് പിന്നെ ബ്രേക്ക് ഔട്ട്, ഓക്കെ ഈ ബ്രേക്ക് ഔട്ടിൽ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ SL ഇവിടെയുണ്ട്. അതേപോലെ തന്നെ പിന്നെയും പുൾ ബാക്ക് കൺസോൾട്ടേഷൻ ചെയ്ത് പിന്നെ ഈ ബ്രേക്ക് ഔട്ട് ഇവിടെ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ SL ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു മൂവിൽ ഇത്ര ആൾക്കാരുടെ SL ആണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ പ്രൈസ് ആക്ഷൻ വീണ്ടും ഈസി ആവുകയാണ്. പിന്നെ നമുക്കിവിടെ നോക്കിയാൽ ഈ ഒരു ക്യാൻഡിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ സ്മാർട്ട് മണിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ പെർഫെക്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് നോക്കിയാൽ എന്താണ് പ്രീവിയസ് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് വോളിയം എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും വാച്ച് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ബിഗ് വോളിയത്തിൽ അത്രയൊരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മാർക്കറ്റിലൊരു ന്യൂസ് ഉണ്ടായിരുന്നപ്പോൾ അതൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഉള്ളത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ അഗ്രസീവായിട്ട്, അതായത് പിന്നീട് ഒരു കൺഫർമേഷൻസ് ഒന്നും വെയിറ്റ് ചെയ്യാതെ ഈ ഒരു ദിവസം തന്നെ എൻട്രി എടുത്തത്. പിന്നീട് നടന്നത് എന്താണെന്ന് നമുക്കിവിടെ നോക്കിയാൽ അറിയാം. പിന്നീട് നമുക്ക് വീണ്ടും കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസമായിരിക്കും നമുക്ക് ആ ഒരു കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി കൺഫർമേഷൻ വേണ്ട ഒരാൾക്ക് ഈ ഒരു ദിവസം എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് വോളിയം കൺഫർമേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള റിസ്ക് റിവാർഡുള്ള ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ക്ക് ഔട്ട് എല്ലാം നടന്നേക്കുന്നത്, അതായത് ഈ ഒരു ഫോൾസ് ബ്രേക്ക് ഡൗൺ ഒക്കെ നടന്നേക്കുന്നത് ആ ഒരു വീക്ക്ലി പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന റെസിസ്റ്റൻസ് സോണിലേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ആ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കൂടുതലുള്ളതെന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു എൻ്റയർ പിക്ചർ നമുക്കുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് റീഡ് ചെയ്യുകയും നമുക്ക് ആ ഒരു നല്ല എൻട്രികൾ എടുക്കാനും സാധിക്കുക. ഇനിയാണ് ഈ ഒരു സ്ട്രാറ്റജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം വരുന്നത്. ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും വർക്ക് ആവത്തില്ല. അപ്പോൾ അതിന് ഒരു പ്രത്യേക സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദിസ് സെറ്റപ്പ് ഒക്കേഴ്സ് ആഫ്റ്റർ എ സ്ട്രോങ് മാർക്കറ്റ് കറക്ഷൻ. അതായത് നല്ലൊരു മാർക്കറ്റ് കറക്ഷൻ ശേഷമാണ് ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സെറ്റപ്പുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ആ ഒരു കറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുൾ ബാക്ക് ഫേസസിലാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പുകൾ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. കാരണം നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെയുള്ളൊരു ഫേസിലാണ് ഇങ്ങനത്തെ കൂട്ട് ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ ഒരു ട്രാപ്പ് എൻട്രി സെറ്റപ്പുകളൊക്കെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ജനറൽ മാർക്കറ്റ് കണ്ടീഷൻസ് നല്ല സ്ട്രോങ് ആണ്. പക്ഷേ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്ക് പുൾ ബാക്ക് എടുത്തിട്ട് ആ ഒരു സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ. കാരണം ജനറൽ മാർക്കറ്റിൽ സെല്ലിംഗ് ഒന്നും നടക്കുന്നില്ല, എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു സെല്ലിംഗ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോബിലിറ്റി, ആ ഒരു നമ്മൾ പറഞ്ഞേക്കുന്ന ആ ഒരു ട്രാപ്പ് എൻട്രി മെത്തേഡ് അത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇച്ചിരി കുറയും. അത് മോസ്റ്റ്ലി ചിലപ്പം ആ ഒരു സപ്പോർട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് അത് മോസ്റ്റ്ലി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോകാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു വിന്നിങ് റേഷ്യോനെ വളരെയധികം ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇങ്ങനെയായിട്ടുള്ള ഒരു കറക്റ്റീവ് മോഡിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റോക്സ് ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഒരു കണ്ടീഷൻസിൽ വേണം നമ്മുടെ ഈ ഒരു ട്രാപ്പ് എൻട്രി മെത്തേഡ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാനിവിടെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാപ്പ് എൻട്രി മെത്തേഡ് ഇത് ഫണ്ടമെൻ്റലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അത്
ഐഡിയൽ ആയിട്ടുള്ള ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക. അതിനുശേഷം നല്ല മാർക്കറ്റ് കണ്ടീഷനാണ്, മാർക്കറ്റ് ഒരു കറക്റ്റീവ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നല്ല വീക്കിലിയിൽ ഹയർ ഹൈ ഹയർ ലോ ഫോം ചെയ്യുന്ന സ്റ്റോക്കാണോ നോക്കുക. അതിനുശേഷം നമ്മൾ ഒപ്റ്റിമൽ ആയിട്ടുള്ള ആ ഒരു പ്രൈസ് ആക്ഷൻ നടക്കണം. എങ്ങനെയാണ് ആ ഒരു റേഞ്ച് ആൻഡ് വോളിയം കോൺട്രാക്ഷൻ, അതായത് താഴേക്ക് വരുമ്പോൾ ആ ഒരു റേഞ്ചും വോളിയം കോൺട്രാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു റേഞ്ച് ആൻഡ് വോളിയം എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താണ് നോക്കുന്നത്, അവിടെ ആ ഒരു ട്രാപ്പ് ഡെയിലിയിലോ അല്ലെങ്കിൽ അവർലിയിലോ ആ ഒരു ട്രാപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നീട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പം മുകളിലേക്ക് ആ ഒരു അപ്സൈഡിൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അതിന് നല്ല സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയുള്ള SL എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അബ്സോർവ് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് അവർ കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മുകളിലേക്കുള്ള ആ ഒരു ബ്രേക്ക് ഔട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ അവിടെ ഞാൻ നേരത്തെ കാസ്ട്രോളിൻ്റെ കേസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു റീടെസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ CDSLൻ്റെ കേസിൽ നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു റീടെസ്റ്റ് വന്നു കഴിയുമ്പോഴും നമുക്കവിടെ എൻട്രി എടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.